വെൽക്കം ബാക്ക് ടു ഐഡിയൽ ടെക് മാസ്റ്റർ. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏകദേശം 3 മാസത്തോളമായിട്ട് നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോസുകളൊന്നും നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നില്ല. അതിന് കാരണങ്ങളുണ്ടായിരുന്നു. അതായത് ഏകദേശം നമ്മുടെ ലോക്ക്ഡൗൺ മൂലം നമുക്ക് സാധനങ്ങളൊക്കെ ലഭ്യമാകാത്തത് മൂലം നമുക്ക് എന്ത് ചെയ്തു, കുറേ വീഡിയോസുകൾ നമുക്ക് പെൻഡിങ്ങിൽ വെക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് എൻ്റെ കൈക്ക് ചെറിയൊരു ഇഞ്ചുറി പറ്റിയിട്ട്, അതായത് ഒരു നഖം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ പിന്നെ ആ ഒരു നഖം റിക്കവർ ചെയ്ത് വരാനുള്ളൊരു ടൈമൊക്കെ കാരണമാണ് നമ്മുടെ വീഡിയോസുകൾ പെൻഡിങ് ആയി പോയത്. പിന്നെ മഴയുടെ കാരണം കൊണ്ടും നമുക്ക് കുറേ വീഡിയോസുകളൊക്കെ ഡിലേ ആയി പോയിരുന്നു. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി വീഡിയോസുകൾക്ക് മുടക്കം കൂടാതെ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മൾട്ടി പർപ്പസ് സ്റ്റൗ ആണ്. അതായത് നമ്മുടെ ബാരൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു അടിപൊളി സ്റ്റൗ ആണ്. അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൺവേർട്ട് ചെയ്ത് ഏത് മോഡലിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റൗ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ബാരൽ സ്റ്റൗ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ ഒരു 200 ലിറ്ററിൻ്റെ ഒരു ബാരലാണ്. ഇത് നമുക്ക് മാർക്കറ്റിലേക്ക് ഇപ്പം ധാരാളമായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബാരൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബാരലിനെ നമ്മൾ കട്ട് ചെയ്ത് ഓപ്പൺ ആക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ബാരൽ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു മെഷറിംഗ് ടാപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ഔട്ടർ ഡയമീറ്റർ അത് എത്രയാണ് നമ്മൾ ആദ്യം ഒന്ന് കണ്ടെത്തണം. അതിനുശേഷം അതിൻ്റെ നേർ പകുതി എടുത്തിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാരൽ നമ്മളിത് കട്ട് ചെയ്ത് നമ്മളിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അടുപ്പ് സെറ്റ് ചെയ്യാനുള്ള ഡോറും കാര്യങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ബാരലിൻ്റെ ഉള്ളിൽ നമ്മൾ അത്യാവശ്യം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കാരണം ഇത് ഗമ്മിൻ്റെ ബാരലാണ്, അത് പശ വരുന്ന ബാരലായതുകൊണ്ട് ഇത് ഉണങ്ങി പിടിച്ചു നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വേസ്റ്റ് ഇരുന്നതിൻ്റെ നമുക്ക് കൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത ഈ എഡ്ജുകളൊക്കെ നമ്മളൊന്ന് മിഷൻ വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. കാരണം നമുക്ക് ഇനി പിടിക്കുമ്പോൾ നമ്മുടെ കൈയും കാര്യങ്ങളൊന്നും മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ബാരലിൻ്റെ 2 പീസിൽ ഒരെണ്ണം നമ്മൾ എന്താണ് ബേസായിട്ടും ഒരെണ്ണം നമ്മൾ ഡോറുമായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബേസായിട്ട് എടുത്തിരിക്കുന്ന പീസ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്കൊരു ഡോർ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം നമുക്കൊരു വിറകൊക്കെ കയറ്റി വെക്കാൻ പറ്റുന്ന പാകത്തിൽ ഒരു വലുപ്പത്തിൽ നമുക്കൊരു ഡോർ ഇതുമേൽ വെട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഡോർ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 8 ഇഞ്ച് സ്ക്വയറിൽ നമ്മളൊരു പീസ് ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് 2 ചെറിയ ഹോളുകൾ ഇടണം. അതെന്തിനാണ് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും 2 ഹോളും കൊണ്ട് നമുക്ക് ഇപ്പോൾ തുറച്ചെടുക്കാം. അപ്പോൾ ഹോൾ ഇടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഏകദേശം ഒരു 1.5 ഇഞ്ചിൻ്റെ GI പൈപ്പാണ് എടുത്തിരിക്കുന്നത്. 1.5 ഇഞ്ച് 2 ഇഞ്ച് എത്ര വേണമെങ്കിലും വയ്ക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 1.5 ഇഞ്ചിൻ്റെ പൈപ്പാണുള്ളത്. ആ 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഹോൾ ഇടാൻ വേണ്ടി മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ റൗണ്ട് ഹോൾ തന്നെ വേണമെന്നില്ല, സ്ക്വയർ ആയാലും ഏത് ഇതാണെങ്കിലും നമുക്ക് ഇടാം. ഇനി കുറച്ച് വലിപ്പം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ 2 ഹോളുകൾ നമ്മളിവിടെ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട്, അതായത് മുകളിലിട്ട ഹോളിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് നമ്മൾ ഒരു ഇതും കൂടി നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡോറ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഇതേപോലെ ഒരു ഭാഗം ഒരു ലൈൻ മാത്രം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ 2 വിജാഗിരി എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് വിജാഗിരി ഫിക്സർ ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതുമേൽ വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, പിന്നെ ആ ബുദ്ധിമുട്ടുണ്ടാകില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ ഇതുപോലെ 2 വിജാഗിരി നമ്മൾ ഇപ്പോൾ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണം നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളൊരു കാര്യം നമ്മൾ വെക്കാൻ മറന്നുപോയി. നമ്മൾ വിചാരി വെച്ചപ്പോൾ നമുക്കൊരു ലോക്കും കൂടി വെക്കാനുണ്ട്. അതേപോലെ ഇതുപോലൊരു ടവർ ബോൾട്ടും കൂടി നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാനുണ്ട്. അതും കൂടി സെറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ബാക്കി മൊത്തമായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനായിട്ട്.
അപ്പോൾ നമ്മുടെ ഡോറിന്റെ വർക്ക് നമ്മളിപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തെ നമുക്ക് ഹോൾഡ് ഇടാം. അപ്പോൾ നമ്മൾ ഇതിന്റെ രണ്ട് സൈഡിൽ നമ്മൾ ഹോളുകൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് വെക്കാൻ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ അതിൽ ഇത് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇതിന്റെ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബാരിൽ വെക്കാനുള്ള സ്റ്റാൻഡ് നമ്മളിപ്പോൾ വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കട്ട് ചെയ്ത ബാരിൽ ഇതിലേക്ക് വെച്ചിട്ടാണ് ഇനി നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾ. അപ്പോൾ നമ്മൾ ലൊക്കേഷനൊക്കെ മാറ്റി നമ്മളിപ്പോൾ നമ്മുടെ ബാരിൽ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിനകത്ത് അടുപ്പ് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുപ്പ് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യേണ്ടത് നമ്മൾ ക്യാമറ കാണിക്കാൻ വന്നുപോയി. നമ്മൾ ഇതുപോലെ ഒരു പൈപ്പ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഏകദേശം ഒരു 2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ നമ്മൾ ഹോളുകൾ ഇട്ടെടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് അതായത് ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് എയർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പൈപ്പിനകത്ത് നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം ഇതിന്റെ ഉള്ളിൽ കൂടെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 ഹോൾ ഇട്ടിരിക്കുന്ന ഒരു ഹോള് നമുക്ക് ഈ പൈപ്പ് ഇതിനുള്ളിൽ കടത്തി വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഹോളിൽ കൂടെ നമ്മൾ ഈ പൈപ്പ് ഇതുപോലെ കടത്തി വെച്ചതിന് ശേഷം വേണം നമ്മുടെ ഇഷ്ടിക നമുക്ക് ഇതിനകത്ത് ബിൽഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ഇഷ്ടിക വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ഈ പൈപ്പിന്റെ 2 സൈഡിൽ നമുക്ക് ആദ്യം ഓരോ നേര ഇഷ്ടിക നമുക്ക് ആദ്യം ഇതുപോലെ വെക്കണം. ഇതുപോലെ 2 സൈഡിലും നമ്മൾ ഇത് ഓരോ ലൈൻ ഇഷ്ടിക വെച്ചിട്ട് ആദ്യം നമ്മുടെ ഈ പൈപ്പിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഈ പൈപ്പിൽ ഇട്ടിരിക്കുന്ന ഹോളിന്റെ ഉള്ളിലേക്ക് സിമെന്റ് ഇറങ്ങി ഹോൾ അടയാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അഥവാ ഇതിനുള്ളിൽ നിങ്ങൾ സിമെന്റ് പോകുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതുപോലെ ചെറിയ കമ്പിന്റെ അതുപോലെ പേപ്പറുകൾ എന്തെങ്കിലും ചുറ്റിയെടുത്തിട്ട് ഇതുപോലെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ 2 ലൈനിൽ ഇഷ്ടിക നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ കെട്ടാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ഭാഗമാണ്. അതായത് നമ്മുടെ അടുപ്പിന്റെ വാതിൽ വരുന്ന ആ ഭാഗവും അതായത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡുമാണ് നമ്മൾ ഇനി കെട്ടാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കെട്ടുന്നത് വെച്ചാൽ അതായത് നമ്മളിപ്പോൾ കെട്ടിയ രീതിയിലല്ല, നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നമ്മൾ കെട്ടാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കെട്ടുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇഷ്ടയുടെ മൂലം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെത്തിയെടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ഏകദേശം ലെവലായി കിട്ടുന്ന രീതിയിൽ നമ്മളിത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ലെയർ ഇഷ്ടിക വെക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു കാര്യം കൂടി ഇതിനകത്തേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട. അതായത് നമ്മൾ ഇതുപോലെ ഒരു GI പൈപ്പ്, ഒരു 1.5 ഇഞ്ചിന്റെ GI പൈപ്പ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ L ഷേപ്പിൽ നമ്മൾ വെൽഡ് ചെയ്തിട്ടുണ്ട്. ഈ പൈപ്പും കൂടി നമുക്ക് ഇതിന്റെ ഉള്ളിലൂടെ നമ്മൾ ഈ വെട്ടിയെടുത്ത ഈ ഹോളിന്റെ ഉള്ളിലൂടെ ഇതിലൂടെ കയറ്റി വെച്ചതിന് ശേഷം ഏറ്റവും മുകളിലത്തെ ലെയർ നമുക്ക് സിമെന്റ് വെച്ച് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മുടെ GI പൈപ്പ് നമുക്ക് നേരെ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു 1.5 ഇഞ്ചിന്റെ ക്ലാമ്പ് എടുത്തിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്ക്രൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടികന്റെ വർക്കുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിരുന്നു. കാരണം കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പോൾ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇവിടെ ഇതിന്റെ ഉള്ളിലുള്ള ഹോളുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ സിമെന്റ് വെച്ചിട്ടൊന്ന് അടച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ടോപ്പ് ഭാഗം ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, സിമെന്റ് വെച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുപ്പിന്റെ വർക്ക് കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളതിന് ഇതിന്റെ മേളിൽ നമ്മൾ ഒരു അടുപ്പ് കൂടി വെക്കുക എന്നുള്ളതാണ്.
അപ്പോൾ നമ്മുടെ ഇഷ്ടികയെല്ലാം നമ്മളിപ്പോൾ കെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ മേളിലേക്ക് നമ്മളിപ്പോൾ അടുപ്പെടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെച്ചിരിക്കുന്ന അടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആലുവ അടുപ്പിന്റെ ഒരു ഫ്രെയിമാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടകളിൽ പോയി കഴിഞ്ഞാൽ MS-ന്റെ ഷീറ്റിൽ നമുക്ക് ഏത് അളവിൽ വേണമെങ്കിലും നമുക്ക് അടുപ്പുകൾ കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ അതുപോലൊരു ഷീറ്റ് വാങ്ങിച്ച് നമുക്ക് വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടുപ്പ് നമ്മൾ ഇതിന്റെ മേളിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ സൈഡ് ഭാഗം, അതായത് ഈ അടുപ്പ് വെച്ചിരിക്കുന്നതിന്റെ ബാക്കിയുള്ള ഒരു ഭാഗമുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് സിമെന്റ് വെച്ചിട്ടൊന്ന് ഒന്ന് ഫിനിഷിംഗ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ അടുപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ സൈഡൊക്കെ സിമെന്റ് വെച്ചപ്പോൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ തുടങ്ങാൻ നിൽക്കുന്നില്ല, അതിന് മുന്നേ നമ്മൾ ഇത് എടുത്തു മാറ്റും. കാരണം ഇത് നമ്മൾ ഫിക്സഡ് ആക്കി വെക്കുന്ന ഒരു മോഡലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം മൾട്ടി പർപ്പസ് ആണ്, അതായത് 3-4 മോഡലിലേക്ക് നമുക്ക് ഇതിനെ കൺവെർട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, അപ്പോൾ ഇത് തുടങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ ബാലൻസ് ഭാഗം, അതായത് നമ്മൾ ഇതിന്മേൽ കട്ട് ചെയ്തെടുത്ത ബാലൻസ് ഭാഗം നമുക്ക് ഇതുവരെ വെച്ചിട്ട് ഡോർ പോലെ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന രണ്ടാമത്തെ പീസ് എടുത്ത് നമ്മൾ ഇതിന്റെ മേളിലേക്ക് കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ 3 ഇഞ്ചിന്റെ വിജാഗിരി ഉപയോഗിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെൽഫ് സ്ക്രൂ അടിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡോർ നമുക്ക് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഹാൻഡിൽ ഓപ്പൺ ചെയ്യാൻ ഒരു ഹാൻഡിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആ ഹാൻഡിൽ നമ്മൾ ഇതിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെൽഫ് സ്ക്രൂ ഉപയോഗിച്ചിട്ട് നമ്മളിതിൽ ഫിക്സ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ നമ്മൾ പിടിപ്പിച്ചു. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിങ്ങനെ തുറക്കും അടക്കുകയും ചെയ്യാം. അതായത് നമ്മൾ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് അടച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് അടച്ചു വെക്കുകയും ചെയ്യാം. തുറന്നു നോക്കണമെങ്കിൽ തുറന്നു നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ ഡോർ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് ഒരൊറ്റ കാര്യം കൂടിയാണ്. അതായത് നമുക്ക് ഈ നമ്മുടെ ഡോറിനെ നമുക്ക് ഇങ്ങനെ പൊക്കി നിർത്താൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടിംഗ് ലിവർ വേണമെങ്കിൽ നമുക്കൊരു കമ്പി ഉപയോഗിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ പ്രോ ലിഫ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മളിപ്പോൾ ഇത് നമ്മുടെ ഡോർ വെക്കാൻ നേരത്ത് നമ്മുടെ ഇവിടെ വെച്ചിരുന്ന പോക്കോളിൽ നമ്മൾ ഊരി മാറ്റി. അത് എന്താണെന്ന് വെച്ചാൽ പോക്കോളിന് ഒരിക്കലും നമ്മുടെ സിമെന്റിനകത്ത് ഫിക്സ് ആയി പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് ഊരി വെക്കുകയാണെങ്കിൽ നമുക്കത് എപ്പോൾ വേണമെങ്കിൽ ഏത് ടൈമുകളിൽ ഊരി കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ അത് ഊരി മാറ്റിയേക്കാണ്. അപ്പോൾ ഇനി നമ്മുടെ ബാക്കിയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മളിത് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡോർ നമുക്ക് ഇത് ഓപ്പൺ ആക്കി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ലിവർ, ഒരു കമ്പിയുടെ പീസ് വളച്ചെടുത്തിട്ട് നമ്മൾ ഇതുപോലെ അടിയിലും ഒരു ഹോൾ ഇട്ടിട്ട് ഇതുപോലെ നമ്മുടെ ഡോറിൽ ഒരു ഹോൾ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ലോക്ക് ചെയ്ത് നിർത്തും. അപ്പോൾ നമ്മുടെ ലിവർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡോർ ഇതുപോലെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ തുറന്ന് വെച്ച് നിർത്താൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബാറിൽ നമ്മളൊന്ന് പെയിന്റ് അടിച്ചെടുക്കാൻ പോകണം. അപ്പോൾ നമ്മളിവിടെ സ്പ്രേ പെയിന്റ് ആണ് ഉപയോഗിക്കുന്നത്, നമ്മൾ റെഡ് കളർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി പെയിന്റ് അടിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ബാരൽ സ്റ്റവിൻ്റെ വർക്കെല്ലാം നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ പെയിൻ്റൊക്കെ അടിച്ച് എല്ലാം ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ ആൽവടുപ്പിൻ്റെ ഫ്രെയിം അത് നമ്മൾ എടുത്തതിനകത്തേക്ക് നമ്മൾ ഫിക്സ് ചെയ്തു. അതേപോലെ നമ്മുടെ എക്സോസ്റ്റ് പൈപ്പ്, അതായത് പോകാൻ വെച്ചിരുന്ന പൈപ്പ് നമ്മൾ ഊരി മാറ്റിയിരുന്നു. അത് നമ്മൾ പെയിൻ്റ് അടിച്ച് ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു എക്സ്റ്റേണൽ ക്ലാമ്പിൻ്റെ സഹായമില്ലാതെ തന്നെ ഇത് നല്ല സ്റ്റഡി ആയിട്ട് നിൽപ്പുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എയർ കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ഹോളുകളുണ്ട്. അതായത് നമ്മൾ കമ്പ് ഇറക്കി വെച്ചിരുന്നത്, ആ കമ്പ് കൂടി നമുക്ക് ഇനി എടുക്കാനുള്ളൂ. അതെടുക്കാൻ കുറച്ചും കൂടി നമുക്ക് ടൈം വേണം, കാരണം സിമെൻ്റ് ഒന്ന് സെറ്റായി വരാനുള്ള ഒരു ടൈം കൂടി വേണം. ബാക്കി എല്ലാ വർക്കുകളും നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഡോറ്, നമ്മൾ ഈ ഡോറിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ കത്തിക്കുന്നത്, അതായത് നമ്മൾ വിറക് വെച്ച് കത്തിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ്. അതേസമയം നമ്മൾ ചാർക്കോളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഫ്രെയിം എടുത്തതിന് ശേഷമാണ് നമ്മളിതിൽ കത്തിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, അതായത് നമ്മുടെ സ്റ്റാൻഡിന് നമ്മൾ എക്സ്റ്റേണലായിട്ട് നമ്മളൊരു ട്രോളി വീലും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ നല്ല വെയിറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും കട്ടയും കാര്യങ്ങളെല്ലാം കൂടി വന്നുകൊണ്ട് ഇതിന് വെയിറ്റ് കൂടുതലായിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ ഒരു ട്രോളി വീലിൻ്റെ സഹായം അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഒരു ട്രോളി വീൽ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഔട്ട്ഡോർ കുക്കിങ്ങും അതുപോലെ ക്യാമ്പ് ഫയറിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണിത്. അതായത് നമുക്കിത് ഒരു ബാരൽ സ്റ്റൗ എന്ന് പറയുന്നത് മൾട്ടി പർപ്പസ് സ്റ്റൗ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമുക്കിത് എടുത്ത് മാറ്റി ഒരു 3-4 രീതിയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കൺവേർട്ടിങ് അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതൊരു ക്യൂറിംഗ് ടൈമിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതോടെ വരെ ഗുഡ് ബൈ.